നമസ്കാരം, എൻ്റെ പേര് നിതീഷ് സഹദേവ്. ഞാൻ ഫാലിമി സിനിമയുടെ ഡയറക്ടറാണ്. അപ്പോൾ ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു. ഒരുപാട് സ്റ്റേറ്റുകൾ കവർ ചെയ്തു. സോ ഞാൻ ഷെയർ ചെയ്യാം എന്തൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത്. എനിക്കാണ് സാധാരണ സ്നേഹമൊന്നും വേണ്ട, എന്നെ മാനസികമായി താഴ്ത്താൻ പറ്റൂല. सोनी मेरी तमन्ना ആക്ഷൻ. ഈ സിനിമയിൽ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് വേണ്ടി 2 വട്ടം ലൊക്കേഷൻ കണ്ടിട്ടുണ്ട് ഞാൻ. ഇത്രയും ലൊക്കേഷൻസ് ഇതൊരു 2018-19 ഹാപ്പൻ ചെയ്യേണ്ട ഒരു സിനിമയായിരുന്നു. അപ്പോൾ അന്നൊരു ആർട്ടിസ്റ്റ് ഓക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് പിന്മാറിയായിരുന്നു. പക്ഷെ നമ്മൾ അന്ന് ഇതൊരു ഷൂട്ടിനൊരു 10-15 ഡേയ്സ് മുന്നേ നിന്നുപോയ സിനിമ ആയതുകൊണ്ട് തന്നെ ഈ ലൊക്കേഷൻസ് എല്ലാം അന്ന് കണ്ടെത്തി അത് ഓൾമോസ്റ്റ് കാശി വാരണാസി ഏരിയ ഒക്കെ ഞാൻ കവർ ചെയ്ത് എല്ലാം ഓക്കെ ആയിട്ടാണ് പിന്നീട് അത് നിന്ന് പോയത്. പിന്നെ കോവിഡ് വന്നു, അത് കഴിഞ്ഞ് ഒരുപാട് സംഭവങ്ങളുണ്ടായി, പിന്നെ ഒരുപാട് സിനിമകൾ വരുന്നു. ഇപ്പം ഞാൻ റീറൈറ്റ് പ്രോസസ്സിലേക്കൊക്കെ പോയി. പിന്നെ അഗെയിൻ ബേസിൽ വന്നപ്പോൾ ഞാൻ ആ ക്യാരക്ടർ കുറച്ച് മാറ്റി വർക്ക് ചെയ്തതിന് ശേഷം വീണ്ടും അഗെയിൻ ഒരു ചിയേഴ്സ് എൻ്റർടൈൻമെൻറ്റിലേക്ക് സബ്ജക്റ്റ് പറയുന്നു. ജാനമൻ ജയഹെ പ്രൊഡ്യൂസ് ചെയ്ത ചിയേഴ്സിലേക്ക്. അപ്പോൾ എഗെയിൻ ഈ ലൊക്കേഷൻ പ്രോസസ്സ് വീണ്ടും വന്നിരുന്നു. കാരണം ഞാൻ അന്ന് നോക്കി വെച്ചിരുന്നതൊക്കെ 4 years ആയപ്പോഴത്തേക്ക് അത് കംപ്ലീറ്റ് മാറിയായിരുന്നു, അത് മൊത്തത്തിൽ ചേഞ്ച് ആയിപ്പോയി. അപ്പോൾ ഞാൻ പിന്നെ ഇത് വീണ്ടും കണ്ടെത്തണം. അപ്പോൾ ഇതിനകത്തൊരു വീട് അതൊരു ഇടവഴിക്കകത്താണ്. അപ്പോൾ അത് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു എല്ലാവർക്കും. അത് ഡിഫിക്കൽട്ടാണ് ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ എന്തുകൊണ്ട് വെച്ചാൽ അവരുടെ ആ ഇടുങ്ങിയ ചിന്താഗതിയും അതുപോലെ ഞാൻ കണ്ടിട്ടുണ്ട് കുറേ ക്യാരക്ടേഴ്സിനെ. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു സ്ഥലം പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടെത്തിയാൽ നമുക്കിപ്പോൾ വിഷ്വലി കാണുമ്പോൾ ആ ഇടവഴിയിൽ നമുക്ക് ആ ഫ്രെയിമിൽ അങ്ങനെയാണ് കാണുന്നെങ്കിലും നമുക്ക് ആ ക്യാമറ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്ന പുറകിൽ കാരവാൻ അല്ലെങ്കിൽ ഈ പറയുമ്പോൾ ആർട്ടിൻ്റെ വണ്ടി, കോസ്റ്റ്യൂമിൻ്റെ വണ്ടി, ലൈറ്റ് യൂണിറ്റ്, പിന്നെ പ്രൊഡക്ഷൻ്റെ വണ്ടികൾ. അപ്പോൾ ഒരു ഹ്യൂജ് സ്പേസ് അല്ലാതെ വേണം. അപ്പോൾ ഈ ഇടവഴി നമ്മൾ തപ്പി പോകുമ്പോൾ നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു സ്പേസ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കിട്ടില്ല. അപ്പോൾ അത് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു നമുക്ക്. ട്രിവാൻഡ്രത്ത് അങ്ങനെ ഒരു സ്പേസിൽ ഇത്രയും കാര്യങ്ങൾ ഇട്ടിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വീട് കിട്ടുക എന്ന് പറഞ്ഞത് നമ്മൾ ഒരുപാട് നോക്കി ലാസ്റ്റാണ് നമുക്ക് ഈ വീട് കിട്ടിയത്. ഈ വീട് കിട്ടിയിട്ടും നമുക്കവിടെ കാരവൻ പ്ലേസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് വേണ്ടി കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല. ബട്ട് എന്നാലും ബാക്കിയുള്ള വീടുകൾ സഹകരിച്ചപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ കാരവാൻ അല്ലെങ്കിൽ ബാക്കി 1-2 വണ്ടികൾ പാർക്ക് ചെയ്യുന്ന ഒരു റെയിൽവേ ക്രോസിന് അപ്പുറത്തായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ലൊക്കേഷനിൽ നിന്ന് നമ്മൾ വോക്കി ടോക്കി വഴി പറയും ഓക്കെ റെഡിയാണ്. അപ്പോൾ നമുക്ക് ആ ടൈം അറിയായിരുന്നു. അവിടെ നിൽക്കുന്ന അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന് എപ്പോഴാണ് ഈ റെയിൽവേ ക്രോസ് ക്ലോസ് ചെയ്യുക, എപ്പോഴാണ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് ആർട്ടിസ്റ്റിന് വരാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു 10 minutes അവരപ്പുറത്ത് ഡിലേ ആയിപ്പോവും. അപ്പോൾ ഇവിടെ നമ്മൾ ഷൂട്ട് ചെയ്ത് തന്നെയായിരുന്നു. അത് ആ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നത് ഒരു വലിയ ടാസ്ക് ആയിരുന്നു. പിന്നെ മെയിനായിട്ട് നമ്മുടെ ഈ ജോമോൻ്റെ സീക്വൻസ് ഉണ്ട്, അതായത് ഹിറ്റ്മാൻ എന്ന് പറയുന്ന ആ സീക്വൻസിൽ ഹിറ്റ് ചെയ്ത് പോകുന്ന എല്ലാവരും ചിരിച്ച ഒരു സീക്വൻസ് ഉണ്ടല്ലോ. അപ്പോൾ അത് ആ സീക്വൻസ് ഷൂട്ട് ചെയ്യാനായിട്ടും ഇതുപോലെ ഒരു പ്രോപ്പർ ഓപ്പൺ സ്പേസിലേക്ക് അല്ലെങ്കിൽ വലിയ റോഡിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിരിക്കും നമുക്ക് ഷൂട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ മനസ്സിൽ കുറച്ചുകൂടെ ഇതുപോലെ ഈ അഗ്രഹാരം ഒരുപാടുണ്ട് തിരുവനന്തപുരത്ത്, അഗ്രഹാര വഴികൾ. അപ്പോൾ അത് ഈ അട്ടക്കുളങ്ങരയുണ്ട്, കരമനയുണ്ട്, കിള്ളിപ്പാലത്തുണ്ട്. അപ്പോൾ ഈ ഒരു സ്പേസിനകത്തൂടെ പോകുമ്പോൾ ആ ഫ്രെയിമിങ് ഭയങ്കര രസമായിരിക്കും. ബാക്കിൽ ഒരുപാട് വീടുകൾ ഇങ്ങനെ അടുത്തടുത്തിരിക്കുകയും അത് ഹിറ്റ് ചെയ്ത് പോയതിനു ശേഷം അത് ചെന്ന് ഒരു ക്യാരക്ടറിലേക്ക് വന്ന് നിൽക്കുന്നത് പോലെയൊക്കെ ആയിരുന്നു. പക്ഷെ നമുക്ക് ആ മൂവ്മെന്റ് കറക്റ്റായിട്ട് എടുക്കുന്നെങ്കിൽ അതിനനുസരിച്ചുള്ള എക്യുപ്മെന്റ്സ് വേണം. അത് ആ ചെറിയ അഗ്രഹാരത്തിനുള്ളിലേക്ക് പ്ലേസ് ആവണം. അപ്പോൾ അത് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. അതുകൊണ്ട് പ്രോപ്പറായിട്ടാണ് അത് എടുത്തിരിക്കുന്നത്. റോപ്പ് ഇട്ട് പുള്ളി ചെയ്യുന്ന വിലയൊന്നും അല്ല. അതായത് നമ്മൾ എങ്ങനെ റിഗ് ചെയ്ത് പോകുന്നു, ഓപ്പോസിറ്റ് കറക്റ്റായിട്ട് വണ്ടി വരുന്നു, ഹിറ്റ് ചെയ്യുമ്പോൾ ക്യാമറ മൂവായി പോകുന്നു. ലൈക്ക് അത് കുറച്ച്
ഭയങ്കര എന്താ പറയുക ഡേഞ്ചർ ആയിരുന്നു. ഒരു 9 ടേക്കോളം പോയി, 10ാമത്തെ ടേക്കിൽ അത് ഓക്കെ ആയി. ഈ ഫസ്റ്റ് കണ്ട ലൊക്കേഷൻസ് വീണ്ടും ഞാനും എൻ്റെ DOP ആയിട്ട് കാണാൻ പോകുമ്പോൾ അത് മൊത്തത്തിൽ ചേഞ്ച് ആയിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ എനിക്കൊരു ഡ്രൈ ലാൻഡ് വേണമായിരുന്നു ഇവരുടെ ആക്ച്വലി ഇവർ പെട്ടുപോകുന്ന ഒരു ഏരിയക്കായിട്ട്. അപ്പം നമ്മൾ കണ്ടിരുന്ന അതെല്ലാം കംപ്ലീറ്റ്ലി ഒരു ഗ്രീൻ ലാൻഡ് ആയിരുന്നു പോയി സൗത്ത് ഇന്ത്യയിൽ. അതുപോലെ നവംബറിലാണ് ഇത് ഷൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നവംബറിൽ നമുക്ക് സൗത്ത് ഇന്ത്യയിൽ ഡ്രൈ ലാൻഡ് കിട്ടില്ല. അതിപ്പോൾ നമ്മൾ കർണാടക ആയിരുന്നാലും ആന്ധ്ര ആയിരുന്നാലും ഭയങ്കര ടഫായിരുന്നു ഒരു ലൊക്കേഷൻ കിട്ടാൻ. അങ്ങനെ ഡ്രൈ ലാൻഡ് ആ സമയത്ത് രാജസ്ഥാനിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ അങ്ങനെ നമ്മൾ രാജസ്ഥാനിൽ നോക്കിയിട്ട് അവിടെ നിന്ന് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് വാരണാസിയിലേക്ക് പോകുന്നു എന്നുള്ള ഒരു ചാർട്ടിലേക്ക് എത്തിയിട്ട് നമ്മൾ രാജസ്ഥാനിലേക്ക് പോയി ലൊക്കേഷൻ കാണാം. അപ്പോൾ നമ്മൾ ജയ്പൂരിൽ ആദ്യം ലാൻഡ് ആവുന്നത്. അപ്പോൾ ജയ്പൂരിന് ചുറ്റും ഒരു ഡ്രൈ ലാൻഡ് പോസിബിൾ ആയിരുന്നു. നമുക്കൊരു ലൊക്കേഷൻ മാനേജർ വരുന്നു, അത് പോസിബിളായി കിട്ടിയില്ല അവിടുന്ന്. പിന്നെ നമ്മൾ ജോധ്പൂരിലേക്ക് പോയി, ജോധ്പൂരിലും അങ്ങനെ ഒരു ലൊക്കേഷൻ അവൈലബിൾ. അവസാനം നമ്മൾ ജയ്സാൽമറിലെത്തി. അപ്പോൾ ജയ്സാൽമറിലാണ് നമുക്ക് അവരുടെ ഈ വാക്കിംഗ് സീക്വൻസ്, ആ ബസ്സിലെ സീക്വൻസ് അതെല്ലാം ആപ്പ് ചെയ്യുന്ന ലൊക്കേഷൻ കിട്ടിയത്. അപ്പോൾ അത് അവിടെ ഒരു രാജാവിൻ്റെ ഒരു ലൊക്കേഷൻ മാനേജറിൻ്റെ കൂടെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ടൊരു രാജാവ്, അതായത് പഴയ കാലത്തിലെ ഒരു രാജാവ് ആയിരുന്നു അയാൾ. അപ്പോൾ അയാളിപ്പോൾ ഇങ്ങനെ ഷൂട്ടിങ്ങിന് വരുന്ന ആൾക്കാരെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളി ഗണ്ണൊക്കെ ആയിട്ടാണ് വരുന്നത്. പിന്നെ അയാളുടെ കൂടെ ഒരു 5 ശിങ്കിടികളുണ്ട്. അപ്പോൾ അവരാണ് ആക്ച്വലി നമ്മുടെ ഒരു പ്രൊട്ടക്ടർ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ അവരൊരു ജീപ്പുണ്ട്, പുള്ളി തോക്കൊക്കെ ആയിട്ട് രാവിലെ വരും. രാവിലെ വന്നു കഴിഞ്ഞാൽ കഴിയും. അപ്പോൾ ഇവർക്ക് എനിക്ക് തോന്നുന്നു പെർ ഡേ 5,000 ഇവർക്ക് കൊടുക്കണം, പിന്നെ അവർക്ക് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇയാൾക്ക് എനിക്കൊന്ന് പ്രൊഡക്ഷനിൽ നിന്ന് ഒരു കുപ്പി എടുത്ത് കൊടുക്കുക, അതാണ് പുള്ളിക്ക് വേണ്ടത്. പിന്നെ പുള്ളിയുടെ ഒരു ചെറിയ റെമ്യൂണറേഷൻ. പക്ഷെ അവർ നമ്മളെ ഈ ലാൻഡിനകത്ത് ഷൂട്ട് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഞാൻ രാവിലെ വരുമ്പോൾ ഈ രാജാവ് കൈ കാണിക്കും. അപ്പോൾ എനിക്ക് രാജാവിനെ കാണുമ്പോൾ സന്തോഷം തോന്നും. രാജാവ് ഓക്കെ, അങ്ങനെ ഞാൻ ഷൂട്ട് ചെയ്യും. അപ്പോൾ ഇയാൾ ഗണ്ണൊക്കെ ആയിട്ട് പോകുന്നുണ്ട്, ചില പക്ഷികളെയൊക്കെ പോയി വെടിവെച്ചിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഷൂട്ടിങ്ങും കാര്യം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് രാജാവ് ആ ഒരു ഫുള്ളൊക്കെ ഫിനിഷ് ചെയ്ത് തല കീഴായിട്ട് കിടക്കുകയായിരിക്കും. നമ്മൾ പറയുന്നത് രാജാവ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഈ ശിങ്കിഡീസ് അലേർട്ടാണ് ചുറ്റുമുണ്ട്. അപ്പോൾ പിന്നെ ഇടയ്ക്ക് ലൊക്കേഷനിൽ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറച്ച് ലോക്കൽസ് വന്നൊരു ഇഷ്യൂ ഉണ്ടായി. അപ്പോഴാണ് നമുക്ക് ഓക്കെ ഇയാൾ ഇറങ്ങി വന്നു, ഇയാൾ സോൾവ് ചെയ്തു. അപ്പോൾ അയാൾ എന്തോ ഒരു പരിപാടി ഉണ്ട്, അല്ലെങ്കിൽ എന്തോ പഴയ സെറ്റപ്പ് ആണ് എന്ന് നമുക്കപ്പോൾ മനസ്സിലായിരുന്നു. അപ്പോൾ എന്നാലും ഹാപ്പി ആയിരുന്നു, അവർ എല്ലാവരും സപ്പോർട്ട് ചെയ്തു. കാരണം ആ ബസ്സിലെ സീക്വൻസിനൊക്കെ അത്രയും ജൂനിയർ ആർട്ടിസ്റ്റ് അവിടെ വേണമായിരുന്നു. അപ്പോൾ അവർ വരിക, അവർ നമ്മളെ കൂടെ 2 days നിൽക്കുക. അപ്പോൾ അതെല്ലാം ഇവരുടെയൊക്കെ ഹെൽപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ആ ഷെഡ്യൂൾ, രാജസ്ഥാൻ ഷെഡ്യൂൾ അത്യാവശ്യം നന്നായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റി. പിന്നെ സിനിമ കണ്ടവർക്ക് അറിയാം, ഇതിനകത്ത് ട്രെയിൻ ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്. അപ്പോൾ ഈ ട്രെയിന് പ്രോപ്പറായിട്ട് ഷൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഇപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് അറിയാം അതെങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആരെങ്കിലും ഇനി ഷൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. കാരണം ഇതൊരു ചെറിയ പ്രോസസ്സ് അല്ലായിരുന്നു. കാരണം നമ്മളൊരു ലൊക്കേഷൻ കണ്ടെത്തി, ഇപ്പം ട്രെയിൻ നമ്മൾ ഒരു ട്രെയിൻ വരും, നമുക്ക് അവർ ഷൂട്ടിങ്ങിന് ഒരു ട്രെയിൻ തരും. അത് ഒരു 5 ബോഗീസൊക്കെ ആയിട്ടായിരിക്കും വരിക, എഞ്ചിനൊക്കെ ആയിട്ട്. പക്ഷേ ഈ ട്രെയിൻ വരുന്ന ലോക്കോ പൈലറ്റ് ഉൾപ്പെടെ വരുന്നുണ്ട്. ബട്ട് ഈ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലേക്ക് ഒരു ഒറിജിനൽ ട്രെയിൻ ലൈക്ക് വിത്ത് പാസഞ്ചേഴ്സ് വരികയാണെങ്കിൽ നമ്മൾ 1 hour മുന്നേ ഈ ട്രെയിൻ മാറ്റണം. അത് കഴിഞ്ഞ് നമ്മൾ പ്ലാറ്റ്ഫോമിൽ നിന്ന് മാറി ഒറിജിനൽ ട്രെയിൻ വന്നതിന് ശേഷമായിരിക്കും, പിന്നെ അത് പോയി 15 minutes കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഷൂട്ടിംഗ് പ്രോസസ്സ് നടക്കുക. അപ്പോൾ ഒരു ഡേയിൽ നമുക്കൊരു 2-3 ട്രെയിൻ ആ പ്ലാറ്റ്ഫോമിൽ പാസിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഷൂട്ടിംഗ് ടൈം വളരെ കുറച്ചായിരിക്കും. ഇപ്പോൾ ഒരു 10 lakhs മേളിൽ ഒരു എമൗണ്ട് വരുന്നുണ്ട് പെർ ഡേ ഷൂട്ട് ചെയ്യാൻ. അതിന് മേലെ പോകും, ബാക്കി എക്സ്പെൻസ് ഒക്കെ വെച്ചിട്ട് പോകുമ്പോൾ. അപ്പോൾ നമുക്ക് ഒരു സ്റ്റേഷൻ തിരഞ്ഞെടുക്കാനായിട്ട് ടാസ്ക് ഉണ്ടായിരുന്നു. കാരണം ഒരു എൻ സ്റ്റേഷൻ ആയിരിക്കണമെന്ന് പറഞ്ഞു തന്നു. അത് ഒരു റെയിൽവേയിൽ വർക്ക് ചെയ്യുന്നത്. അതായത് എൻ സ്റ്റേഷൻ ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ റെയിൽവേ പാളം പോയിട്ട് അത് ഒരു ക്രോസിൽ ചെന്ന് എൻഡ് ചെയ്യും. നമുക്ക് പിന്നെ അതിന് എക്സ്റ്റൻഷൻ കാണില്ല, അവിടെ പാർക്കിംഗ് അല്ലെങ്കിൽ ചെറിയ പാസിംഗ്. പക്ഷെ അവിടെ ഒരു സ്റ്റേഷനാണ്, അവിടെ 1-2 ട്രെയിൻ കാണും രാവിലെയും ഇനി. അപ്പോൾ അങ്ങനത്തെ ലൊക്കേഷൻസ് നമ്മൾ മാപ്പിനകത്ത് എടുത്തിട്ട് സെർച്ച് ചെയ്ത് പോയി. അപ്പോൾ അത് കർണാടക അല്ലെങ്കിൽ തമിഴ്നാട് അങ്ങനത്തെ ലൊക്കേഷനിലേക്ക് പോയി. അങ്ങനെ നമ്മൾ ഒരുപാട് ലൊക്കേഷൻസ് പോയി. അതേപോലെ തന്നെ അതിന് സൈഡ് ആക്ച്വലി ഒരു തരിശ് ലാൻഡ് ഫീൽ ചെയ്യണം. കാരണം അതിനകത്ത് ഒരു റണ്ണിങ് സീക്വൻസ് ഉണ്ട്, ഒരു പയ്യനും ജഗദീഷേട്ടനും തമ്മിലുള്ള. അപ്പോൾ അത് അമ്മയുടെ POV ഇവിടുന്ന് കിട്ടാൻ വേണം. അപ്പോൾ അങ്ങനത്തെ ഒരു ലാൻഡും വേണം. അതുപോലെ തന്നെ നമുക്കിതിനകത്ത് 4-5 റെയിൽവേ സ്റ്റേഷൻ കാണിക്കാൻ പറ്റണം. അതായത് ഇപ്പോൾ തിരുപ്പതി കാണിക്കാൻ പറ്റണം. അതുപോലെ ഇപ്പം മുംബൈയിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള ഒരു സ്റ്റേഷൻ. അപ്പോൾ ഈ പലയിടത്ത് പുള്ളിക്കാരൻ കഴിക്കാൻ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഓരോ സ്റ്റേഷനായിട്ട് ഫീൽ ചെയ്യാൻ വേണം. എനിക്ക് ഇത്രയും സീക്വൻസ് എടുക്കാൻ പറ്റണം. അതുപോലെ ഇൻറ്റീരിയറിൽ ട്രെയിൻ മൂവ്മെൻറ്റിനകത്ത് ബാക്കിയുള്ള സീൻ എടുക്കണം. അപ്പം അങ്ങനെ ഒരു ലൊക്കേഷനിലേക്ക് എത്തുക എന്നുള്ളൊരു ടാസ്ക് ആയിരുന്നു അടുത്ത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരുപാട് കണ്ടാണ് ലാസ്റ്റ് നമ്മൾ
കർണാടകയിൽ ഗുണ്ടൽപേട്ടിനടുത്തുള്ളൊരു ചാമരാജ് നഗർ എന്ന് പറഞ്ഞൊരു ലൊക്കേഷനിൽ എത്തുന്നത്. അതൊരു എൻഡ് സ്റ്റേഷനാണ്. അവിടെ മോർണിംഗിനും ഈവനിങ്ങിനും ഒരു ട്രെയിനേ ഉള്ളൂ. അപ്പോൾ ബാക്കിയെല്ലാം പ്രോപ്പറാണ്. അവിടെ എനിക്ക് ഇതുപോലെ ഒരു ലാൻഡ് കിട്ടി. അതുപോലെ എനിക്ക് അവിടെ നമുക്ക് ചില ആംഗിൾ നോക്കിക്കഴിഞ്ഞാൽ അത് ട്രിവാൻഡ്രം ആയിട്ട് ഫീൽ ചെയ്യും, ചില ആംഗിളിലേക്ക് പോകുമ്പോൾ നമുക്കത് തിരുപ്പതി ആയിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെയൊക്കെ റെഫറൻസ് ഫോട്ടോസ് എടുത്ത് ആർട്ട് ഡയറക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്ത് നമ്മൾ ഓരോ ബ്ലോക്ക് ഓരോ ഫ്രെയിം അങ്ങനെ സെറ്റ് ചെയ്തു. പിന്നെ അവിടെ റെയിൽവേയുടെ പെർമിഷൻ കിട്ടുക എന്നുള്ളതായിരുന്നു. അങ്ങനെ റെയിൽവേയുടെ പെർമിഷൻ പ്രൊഡ്യൂസേഴ്സ് വരുന്നു, ഓക്കെ ആവുന്നു. അപ്പോൾ ഇതിനൊരു ഏജന്റ് ഉണ്ട്, അയാളാണ് നമുക്ക് ട്രെയിന് കൊണ്ടുവരുന്നത്. അതായത് മീഡിയേറ്റർ ആയിട്ട് നിൽക്കും റെയിൽവേക്കും പ്രൊഡക്ഷൻ്റെ ഇടയിൽ. അപ്പോൾ പുള്ളി ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചേട്ടാ 7 ദിവസത്തെ ഷൂട്ടുണ്ട്, അത് ഭയങ്കര പ്രോപ്പർ ചെയ്ത് ഇതിനകത്ത് മേജർ സീക്വൻസ് ഉണ്ട്, ഫാൻഡം ഉണ്ട്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു അത് സാർ പാത്തിക്കില്ല. അതായത് പുള്ളി തമിഴില പറയാൻ ട്രൈ ചെയ്യണം. അപ്പോൾ പുള്ളി പണ്ട് ഒരുപാട് സിനിമകൾക്ക് ട്രെയിൻ നിന്ന ആളാണ് ഏജന്റായിട്ട്. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞു. ദെൻ ഷൂട്ടിംഗ് ഡേ വരുന്നു. അപ്പോൾ നമ്മൾ ഈ ട്രെയിന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. രാവിലെ 110 പേര് ക്രൂ ഈ ആന വരുന്നത് നോക്കി നിൽക്കും പോലെയാണ് എല്ലാവരും കൂടെ. അപ്പോൾ ട്രെയിൻ വന്നില്ല. അപ്പോൾ അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഇയാൾക്ക് എന്തോ ഒരു പേപ്പർ മിസ്സിങ് ആയെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. പക്ഷേ ട്രെയിൻ നമുക്ക് പ്രോപ്പറായിട്ട് ഫസ്റ്റ് ഡേ വന്നില്ല. അങ്ങനെ നമുക്ക് ഷൂട്ട് നിർത്തി വെക്കേണ്ടി വന്നു. അപ്പോൾ സെക്കൻഡ് ഡേ വരുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇഷ്യൂസായി, പ്രശ്നങ്ങളായി. കാരണം ഇയാളെ വിശ്വസിച്ചിട്ടാണല്ലോ ചെയ്തത്. അപ്പോൾ ഇയാൾക്ക് എന്തോ ഒരു പേപ്പർ മിസ്സിങ് അങ്ങനെ എന്തോ ആണ് അയാൾ പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് കൺട്രോളർ പ്രശാന്ത് പുള്ളി പോയി എല്ലാം പേപ്പറൊക്കെ ഓക്കെ ആക്കി. ഇവരും പ്രൊഡ്യൂസേഴ്സ് ഗണേശൻ, ലക്ഷ്മി അവരെല്ലാവരും കൂടെ പോയി ആ പരിപാടികളൊക്കെ ഒന്ന് ഓക്കെ ആക്കി. അങ്ങനെ ട്രെയിൻ വരുമെന്ന് പറഞ്ഞു 3rd ഡേ. അപ്പോൾ ട്രെയിൻ വരുന്നു. ട്രെയിൻ വന്നാൽ തന്നെ ട്രെയിനകത്ത് ഫുള്ള് പോസ്റ്റേഴ്സ് ആയിരുന്നു. അതൊരു കന്നഡ പോസ്റ്ററൊക്കെ കംപ്ലീറ്റ് ഒട്ടിച്ച ഒരു ട്രെയിനാണ് എൻ്റെ ഫ്രണ്ട് വന്നത്. അപ്പോൾ ഈ ട്രെയിനിൻ്റെ പോസ്റ്റേഴ്സൊക്കെ എനിക്ക് റിമൂവ് ചെയ്യണം, അതിന് വേണം ഒരു 2 hour എന്ന് ആർട്ട് ഡയറക്ടർ ടീമും പറഞ്ഞു. അപ്പോൾ മോർണിംഗ് വന്ന് നിൽക്കുകയാണ്, ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓൾറെഡി 2 ദിവസത്തെ എനിക്ക് സീന് ബാലൻസ് ആണ്, ഇനി മേജർ സീനുകൾ എടുക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ എത്തിയപ്പോൾ എനിക്ക് ഇനി ഒരു 5 ഡേയ്സേ ഉള്ളൂ. 7 ഡേയ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന 5 ഡേയ്സിലേക്ക് എത്തി. പിന്നെ ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റ്, അതായത് ഇതൊന്ന് മൂവ്മെൻ്റ് ആക്കണമെങ്കിൽ തന്നെ സ്റ്റേഷൻ മാസ്റ്റർ ഓക്കെ. ഞാനിവിടുന്ന് നമ്മൾ ചുമ്മാ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ട്രെയിൻ ഒരിക്കലും മൂവ് ആവുന്നില്ലല്ലോ. അവിടെ ഫുൾ എല്ലാ സെറ്റപ്പ് ഉണ്ട്. ആക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടുന്ന് ഹുബ്ലിയിലേക്ക് ഒരു സിഗ്നൽ പോയി അത് പ്രോസസ്സായിട്ടായിരിക്കും ഇതിൻ്റെ മൂവ്മെൻറ്റ്. അപ്പോൾ ഒരു 3rd ഡേ ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നടക്കുന്ന കാര്യമല്ല. ഇതിനകത്ത് നമുക്ക് ഈ സിനിമ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഓൾമോസ്റ്റ് പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ മേജറായിട്ടുള്ള സീനുകൾ എടുക്കുക എന്നുള്ളൊരു ഡിസ്കഷനിലേക്ക് വന്നു. മേജറായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട്, കാരണം ഈ സിനിമ കണ്ടാൽ മനസ്സിലാവും ഇതിനകത്ത് ഈ ക്യാരക്ടേഴ്സിൻ്റെ ഒരു കൾച്ചറൽ ചേഞ്ച് ഉണ്ട്. ഇവർ പല സംസ്ഥാനത്തിലൂടെ കയറി പല ആൾക്കാരുടെ ഇവരുടെ ഇടയിലേക്ക് വരുന്നു. പല ആളുകൾ വന്ന് ആ ഒരു ചേഞ്ച് പതുക്കെ പതുക്കെ ഗ്രാജുവലി മാറുന്നത് സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിനി അത് എടുക്കാനുള്ള ഒരു സ്പേസ് കിട്ടില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കാമെന്ന് തീരുമാനം. കാരണം നമുക്കൊരിക്കലും അവിടെ നിന്നിട്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇന്ത്യൻ റെയിൽവേ ആണ്, അവർക്ക് ഇങ്ങനെയാണ് ചെയ്യാൻ പറ്റുക, അത് കറക്റ്റായിട്ട് ഇത്രേ ചെയ്യാൻ പറ്റും. നമുക്ക് കുറേ കൂടെ ഡേ വേണം. പക്ഷെ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഷൂട്ടിംഗ് ഇഷ്യൂസ് വരും, പലരുടെയും ഡേറ്റ് ക്ലാഷ് ആവും. അപ്പോൾ ഈ ട്രെയിനകത്ത് എങ്ങനെ എടുക്കാമെന്ന് നമ്മളിങ്ങനെ ആലോചിക്കുന്നു. ഞാൻ വിചാരിച്ചു ഇത് ഒറിജിനൽ ട്രെയിനിൽ ലോക്കോ പൈലറ്റിൻ്റെ അടുത്തൊന്ന് സംസാരിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഞാനങ്ങനെ ലോക്കോ പൈലറ്റിനോട് പോയിട്ട് ഞാനിങ്ങനെ എൻ്റെ ഫസ്റ്റ് സിനിമയാണ്, ഒരു ചെറിയ ഷോട്ടുണ്ട്. അപ്പോൾ പുള്ളി മലയാളിയായിരുന്നു. അപ്പോൾ പുള്ളി അത് പറഞ്ഞു ഇങ്ങനെ ചെറിയ ഞാൻ 2 ആംഗിൾ വെച്ച് ജഗദീഷ് ചേട്ടൻ ഒന്ന് കയറും, അത് കഴിയുമ്പോൾ ഒന്ന് ഇറങ്ങും, അത് പോസിബിൾ ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു ഇത് പോസിബിൾ അല്ല, പക്ഷേ എന്തായാലും ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഓടി വന്ന് ക്യാമറ വയ്ക്കാൻ പറഞ്ഞു. ഇവിടെ ഒരു മിഡ്, അവിടെ ഒരു വൈഡ്, അങ്ങനെ 2 സൈഡിൽ ഞാൻ ഫ്രെയിം സെറ്റ് ചെയ്തിട്ട് ഒറിജിനൽ ട്രെയിനാണ് അത്, കറക്റ്റ് 3:30 എടുക്കും വിത്ത് പാസഞ്ചേഴ്സ്. അപ്പോൾ ജഗദീഷ് ചേട്ടൻ ഞാൻ പറഞ്ഞു ഈ കടയിൽ നിന്ന് പതുക്കെ അങ്ങോട്ട് കയറുക. അപ്പോൾ ഇവിടെ 2 ക്യാമറ സെറ്റ് ചെയ്തു. അപ്പോൾ പതുക്കെ ട്രെയിൻ കറക്റ്റായിട്ട് എടുക്കുന്ന സമയത്ത് ജഗദീഷ് ചേട്ടൻ കയറുന്നു. ആ ട്രെയിൻ പോകുമ്പോൾ ഒരു ചെറിയൊരു മൂവ്മെൻറ്റ് സ്ലോ ആക്കുമ്പോൾ പുള്ളി ഇറങ്ങുന്നു. അങ്ങനെ നമ്മൾ ഒരു ഒറിജിനൽ ട്രെയിൻ 2-3 ഷൂട്ട് ചെയ്തു അതിനകത്ത്. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9955442222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. അപ്പം ജഗദീഷ് ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഈ ട്രെയിൻ ഷൂട്ട് ചെയ്യുക ഒട്ടും നിസ്സാരമല്ല, അതൊരു വലിയ ടാസ്ക്കാണ്. കാരണം പുള്ളിക്ക് നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന് പറഞ്ഞ സിനിമയിൽ അത് അനുഭവിച്ചിട്ടുണ്ട് പുള്ളി, അതിനകത്തുണ്ടായ ഡിഫിക്കൽട്ടീസൊക്കെ. അപ്പോൾ പുള്ളി ഇത് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജഗദീഷൻ്റെ ക്യാരക്ടറിന് കാണുന്നത് പോലും ഇഷ്ടമല്ല ഒരാൾ ട്രെയിൻ മൂവ്മെൻറ്റിൽ കയറുന്നതൊക്കെ. പുള്ളിക്ക് ഭയങ്കര പേടിയും, അതുപോലെ തന്നെ പുള്ളിക്ക് അത് അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ ഈ ക്യാരക്ടറാണെങ്കിൽ നിരന്തരമായി ഇത് ചെയ്യണം, ഇത് ഇറങ്ങണം, പോകണം, അത് ഓരോരോ കട്ട്സായിട്ട് എനിക്ക് എടുക്കണം.
അതുപോലെ കൂടെ റൺ ചെയ്യണം. അപ്പം ജഗദീഷേട്ടാ ഈ ട്രെയിനിൻ്റെ അടുത്തൊക്കെ വന്ന് വാച്ച് ചെയ്യും. എന്നിട്ട് എൻ്റെ അടുത്ത് പറയും ഇതിനൊരു സക്ഷൻ ഫോഴ്സ് ഉണ്ട്, അപ്പോൾ അത് ഡിഫിക്കൽട്ടാണ്, ഞാൻ കുറച്ച് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഇച്ചിരി കൺഫ്യൂഷൻ, ചേട്ടാ അത് ഇങ്ങനെ എന്നൊക്കെ ഞാനും കൺവിൻസ് ചെയ്യും. അല്ല നമുക്ക് ചെയ്യാൻ നിതീഷ് കമോൺ എന്ന് പറഞ്ഞ് പുള്ളി തന്നെ അത് ക്യാരി ഫോർവേഡ് ചെയ്ത് വീണ്ടും പുള്ളി നമ്മൾ ആക്ഷൻ പറയുന്ന ടൈം ആകുമ്പോൾ പുള്ളി ക്യാരക്ടറാവും, പുള്ളി അത് ചെയ്യും. അപ്പോൾ പിന്നെ ഷൂട്ട് ചെയ്യാനുള്ളത് നമ്മുടെ മേജർ ഇൻ്റർവെൽ ബ്ലോക്കാണ്. അതായത് ഈ ജഗദീഷേട്ടൻ ഈ പയ്യൻ്റെ പുറകെ ഓടുന്നതും തിരിച്ച് ട്രെയിനിലേക്ക് കയറാനുള്ള പുള്ളിയുടെ സ്ട്രഗിളും അമ്മയുടെ ആ ഫോളിങ് സീക്വൻസും ആണ്. അപ്പോൾ നമുക്കത് ബാക്കിൽ ട്രെയിനിൻ്റെ മൂവ്മെൻറ്റ് വേണം. അത് നമുക്ക് VFX ചെയ്യാൻ പറ്റത്തില്ല, എന്നാൽ അത് ആർട്ടിഫിഷ്യലായി പോകും. അപ്പോൾ അത് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടണം. അപ്പോൾ അത് മേജർ സീക്വൻസ് ആണ്. അപ്പോൾ അത് നൈറ്റ് ഹാപ്പൻ ചെയ്യുന്നത് കൊണ്ട് ആ സ്റ്റേഷനിൽ നൈറ്റ് മൂവ്മെൻ്റ് ഇല്ല വേറെ ഒറിജിനൽ പാസഞ്ചർ ട്രെയിനിൻ്റെ. അപ്പോൾ നമ്മുടെ റെൻ്റൽ ട്രെയിൻ കറക്റ്റായിട്ട് വന്നു. അപ്പോൾ നമുക്കത് ചെയ്യാനായിട്ട് നമ്മൾക്ക് ഒരു നൈറ്റാണ് ഉള്ളത് നമ്മുടെ കയ്യിൽ. അപ്പോൾ അത് ഫാൻറ്റം ക്യാമറ, പിന്നെ അതുപോലെ തന്നെ ഹ്യൂജ് ലൈറ്റ് യൂണിറ്റ് ഉണ്ട്, കാരണം നൈറ്റായി ഫാൻറ്റം ഷോട്ടൊക്കെ എടുക്കുക എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിലേക്ക് കടന്നു. അപ്പോൾ അത് നമുക്ക് കുറെ കൂടെയൊക്കെ മനസ്സിൽ വിഷ്വലായിട്ട് എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതും അവിടെ നമുക്കൊരു പരിമിതിയേ ഉള്ളൂ. പക്ഷെ എന്നാലും നമ്മളത് എൻജോയ് ചെയ്ത് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ഇവര് ജഗദീഷ് ചേട്ടനും മഞ്ജു ചേച്ചിയുടെയും എനിക്ക് തോന്നുന്നു സഹകരണമാണ്. കാരണം അവർ ഇത്രയും സിനിമയായിട്ടും അവർ ഈ നൈറ്റ് എനിക്ക് തോന്നുന്നു ജഗദീഷ് ചേട്ടൻ ആ റണ്ണിങ് സീക്വൻസ് ആ ട്രെയിനോട് ചേർന്ന് ഓടിയതൊക്കെ ഓൾമോസ്റ്റ് 5:30 ആണ്, മോർണിംഗ് 5:30. ചേച്ചി ഫോളോ ചെയ്തത് ഒരു 3:34 ഒക്കെയാണ്. അപ്പോൾ ആ സമയത്ത് പക്ഷെ ആ സീക്വൻസ് ഞാൻ നൈറ്റ് 6:37 തൊട്ട് തുടങ്ങിയതാണ് ആ സീക്വൻസ്. അപ്പോൾ അവർ അങ്ങനെ ആ സ്ട്രെച്ചിൽ നൈറ്റ് എന്നുണ്ടെങ്കിൽ എനിക്ക് മോർണിംഗ് 5:30 ജഗദീഷ് ചേട്ടനെ ഓടിക്കുമ്പോഴത്തേക്ക് ജഗദീഷ് ചേട്ടൻ ടയേർഡാവുന്നുണ്ട്. പക്ഷെ അവർ കമോൺ നമുക്ക് എടുക്കാം, ഒരു കിട്ടി ഓക്കെ ആണോ എന്ന് പറഞ്ഞിട്ട് അവരുടെ രണ്ടുപേരുടെയും എന്താ പറയുക ആ ഒരു എനർജി ലെവലുണ്ടല്ലോ, അത് ഭയങ്കര രസമായിരുന്നു. അതായിരുന്നു നമുക്കത് ആ സീന് ഫിനിഷ് ചെയ്യാൻ പറ്റിയത്. ഇപ്പോൾ ഈ സീക്വൻസ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ എനിക്ക് ഒരു സീനാണ് ബാലൻസ്, അതായത് ക്ലൈമാക്സ് സീക്വൻസ് ആണ്. അപ്പോൾ അത് എടുക്കുക എന്ന് പറയുമ്പോൾ ഈ ട്രെയിൻ മൂവ്മെൻറ്റിലാണ്. അപ്പോൾ നമ്മുടെ റെൻ്റൽ ട്രെയിനിൻ്റെ ഡേറ്റ് കഴിഞ്ഞു, അത് പോയി. അപ്പോൾ എനിക്കിനി ഒരു സീക്വൻസ് ബാലൻസ് ആണ്, അത് എടുത്ത് തീർക്കണം. അപ്പോൾ അത് എടുത്ത് തീർക്കാനുള്ള ടാസ്ക്കാണ്. ഒന്നുകിൽ നമ്മളത് ഗ്രീൻ മാറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് വന്ന് ഷൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒറിജിനൽ ട്രെയിനിനകത്ത് ഷൂട്ട് ചെയ്യുക. പിന്നെ എല്ലാവരും കൂടെ ബേസിലും ഇപ്പോൾ ഈ പറയുന്ന ആർട്ടിസ്റ്റുകളും പ്രൊഡക്ഷനും ഒക്കെ കൂടെ വിചാരിച്ചു എന്നാൽ നമുക്കൊരു റൺ ആൻഡ് ഗൺ ഷൂട്ട്, ഒരു ഹൈഡായിട്ട് നമ്മൾ അങ്ങനെ അങ്ങ് ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ ക്യാമറ മോണിറ്ററൊന്നുമില്ല, അത് നമ്മളങ്ങ് കയറുന്നു. അപ്പോൾ ഇവിടെ ഈ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ 20 പേരെ ടിക്കറ്റ് ഇട്ടൊരു കയറുന്നു. അപ്പോൾ നമുക്കത് റൺ ചെയ്ത് പോയി. അത് എനിക്ക് തോന്നുന്നു ഒരു തിരുപ്പതിയിലേക്ക് പോകുന്ന ട്രെയിനാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു സ്റ്റേഷനുണ്ട്, എനിക്ക് എൻ്റെ പേര് ഓർമ്മയില്ല, ബട്ട് ആ സ്റ്റേഷനിൽ ഒരു 2 minutes നിർത്തത്തുള്ളൂ ആ ട്രെയിൻ. അപ്പം നമ്മൾ ഇറങ്ങണം, ഇറങ്ങിയില്ലെങ്കിൽ പിന്നെ നമ്മൾ തിരുപ്പതിയിൽ ചെന്നേ ഇറങ്ങത്തുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഒരു സ്ട്രെച്ചിൽ അവിടെ പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു ബിറ്റ് ഓഫ് സീൻ, ഒരു ആംഗിൾ തീർക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ അടുത്ത് ഇനി ഒരു ട്രെയിൻ 5:30 ഉണ്ട്, അതിനകത്ത് കയറിയാൽ പിന്നെ ഇപ്പുറത്തെ ആംഗിൾ തീർക്കാൻ പറ്റും എന്നുള്ളൊരു പ്ലാനിങ്ങിലേക്ക് എല്ലാവരും എത്തി. അപ്പോൾ നമ്മൾ കറക്റ്റ് 3:30 ടിക്കറ്റ് ഇല്ലായിരുന്നു, ട്രെയിൻ എടുത്തു. അങ്ങനെ നമ്മൾ ക്യാമറ സെറ്റ് ചെയ്തു, മോണിറ്ററൊന്നും ഇല്ല, നമ്മൾ അങ്ങനെ ഇരിക്കുന്നു. ഓരോരുത്തരെ ഡയലോഗ്സ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ഓരോരുത്തരായിട്ട് പെർഫോം ചെയ്യുന്നു, അത് പാൻ ചെയ്യുന്നു, അങ്ങനെ എടുത്തോണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നു 40 minutes എടുക്കത്തുള്ളൂ. അപ്പോൾ പാരലലി റോഡ് വഴി നമുക്കെല്ലാം പോകാനായിട്ട് ഇന്നോവ റൺ ചെയ്ത് വരും, നമ്മൾ ഈ ട്രെയിനിൽ പോകുന്നുണ്ട്. അപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു 40 minutes ആയപ്പോൾ ആ സ്റ്റേഷനെത്തും. അവിടെ ഒരു 2 minutes ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഇറങ്ങണം. അത് ഒരു ജസ്റ്റ് ഒരു പോസേ ഉള്ളൂ ആ സ്റ്റേഷനിൽ. അപ്പോൾ കറക്റ്റ് 45 minutes എത്തുന്നതിന് മുന്നേ ഒരാൾ ഫ്രണ്ടിൽ ഗൂഗിൾ മാപ്പ് സ്റ്റേഷൻ എത്താറായി എന്ന് പറയും. നമ്മളെല്ലാവരും പാക്കപ്പ് ചെയ്യുന്നു, ചാടി ഇറങ്ങുന്നു. എനിക്ക് ലാസ്റ്റ് ബാറ്ററി ഒക്കെ എടുത്തൊക്കെയാണ് ചാടി ഇറങ്ങിയത്. അപ്പോൾ അവിടെ ഇറങ്ങി ആ ട്രെയിൻ പാസ്സായി നമ്മൾ ഇന്നോവയിൽ കയറിയിട്ട് തിരിച്ച് റിട്ടേൺ ടു ഈ സ്റ്റേഷനിലേക്ക് നമ്മൾ എവിടെ നിന്ന് കയറി അവിടേക്ക് നമ്മൾ ഇന്നോവയിൽ എല്ലാവരും തിരിച്ച് റിട്ടേൺ വന്ന് വെയിറ്റ് ചെയ്യും. അത് കഴിയുമ്പോൾ ഇനി 5:30 അടുത്ത ട്രെയിനുണ്ട്, അതിനകത്ത് ഇപ്പുറത്തെ ആംഗിൾ എടുക്കുക എന്ന് പറഞ്ഞിട്ട് ലൈക്ക് അങ്ങനെ അടുത്ത് അത് പ്ലേസ് ചെയ്ത് ഇതേപോലെ പോയി 45 minutes കഴിയുമ്പോൾ ഈ സ്റ്റേഷനിലേക്ക് എത്തുന്നു, ഇറങ്ങുന്നു. അങ്ങനെയാണ് ക്ലൈമാക്സ് ഫിനിഷ് ആയത്. അതും എല്ലാവരും അത് സപ്പോർട്ട് ചെയ്തത്. മഞ്ജു ചേച്ചിയാണ് എനിക്ക് ക്യാമറ ബാറ്ററി എടുത്ത്, ജഗദീഷ് ചേട്ടൻ ട്രൈപ്പോഡ്, ബേസിൽ തെർമോക്കോൾ എടുക്കുന്നു, ബേസിൽ അവിടുന്ന് ഡയലോഗ് പറയുന്നു, ഇവിടുന്ന്. അപ്പോൾ എല്ലാവരും കൂടെ ഒരു ഈ ഒരു ഫാമിലി ആയിട്ട് അതിനകത്ത് നിന്ന് ആ ട്രെയിനകത്ത് നിന്ന് ഷൂട്ട് ചെയ്ത ഒരു ഇതായിരുന്നു ക്ലൈമാക്സ്. പിന്നെ നമ്മുടെ കഥയിലെ മെയിൻ ലൊക്കേഷനാണ് കാശി, വാരണാസി. അപ്പോൾ അവിടെ
ഞാൻ പോയത് ഒരുപാട് വട്ടം പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഐഡിയ എനിക്ക് ഈ സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ഋഷികേഷ് അവിടെയൊക്കെ നിൽക്കുന്ന സമയത്താണ് എനിക്ക് ഒരു തോട്ട് കിട്ടുന്നത്, ഈ ഫാമിലി ഇങ്ങനത്തെ ഒരു പ്ലേസിലേക്ക് വന്നാൽ അപ്പം നമ്മൾ ആ സ്ഥലം കാണിക്കുക എന്നല്ല, പക്ഷെ ഈ കഥയിലേക്ക് ഇവരെ കൊണ്ടുവന്ന് എനിക്ക് ലാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു സർഫസ് ലെവലിൽ അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കാശി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു ബൗൺസിങ് കാണും എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യം ഒറ്റയ്ക്ക് കാശിയിൽ പോയി ഇങ്ങനെ നമ്മൾ നടന്ന്, അപ്പം നമ്മൾ ഈ റൂമൊക്കെ എടുത്ത് താമസിച്ചിട്ട് നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ തിരിച്ച് റൂമിലേക്ക് പോകാനൊക്കെ ഭയങ്കര പാടാണ്, നമുക്ക് വഴി തെറ്റിപ്പോവും. അപ്പോൾ എല്ലാം ഒരുപോലെയൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ആ സ്ഥലത്ത് പോയി, പിന്നെ അവിടെ എനിക്കുണ്ടായിരുന്ന ഒരുപാട് അനുഭവങ്ങൾ, പിന്നെ അവിടെ ഇരിക്കുക ഒരു വൈബാണ് ആ പ്ലേസ്. അതിപ്പോൾ സന്തോഷ് ജോർജ് സാർ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴെങ്കിലും ഒന്ന് നിങ്ങൾ കാശിയിലേക്ക് പോവുക, അപ്പോൾ നിങ്ങൾക്ക് മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റുമെന്നൊക്കെ ഉള്ളൊരു തോട്ടുണ്ടല്ലോ, അത് സത്യമാണ്. നമ്മൾ അവിടെ പോയി ഇരിക്കുമ്പോൾ അതിനൊരു പ്രത്യേക വൈബുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ ക്യാരക്ടേഴ്സ് ആ ലാൻഡിലേക്ക് പ്ലേസ് ആയി അവിടെ ഒരു കാവോസ് ഉണ്ടാവുമ്പോൾ അത് കഥയെ കുറച്ചുകൂടി ഒന്ന് ഗ്രിപ്പിംഗ് ആക്കും, ആ ടെറൈൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളൊരു ഫീലായിരുന്നു. അപ്പോൾ നമ്മൾ കാശി ലൊക്കേഷൻ ഹണ്ട് അതെന്ന് പറയുമ്പോൾ അത് നമുക്കൊരിക്കലും ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇന്ന ലൊക്കേഷൻ ആണെന്ന് മാർക്ക് ചെയ്ത് ഇന്ന ഗല്ലി, ഇന്ന സീന്, ഇന്ന ഗല്ലി ഇപ്പം മാർക്ക് ചെയ്താൽ തന്നെ നമുക്ക് അവിടെ പ്രോപ്പറായിട്ട് വണ്ടിയൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പോൾ അവിടേക്ക് ഇവർ എത്തുമ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് രാജസ്ഥാനിൽ നിന്ന് ടയർഡായിട്ടാണ് എത്തുന്നത്. അപ്പോൾ അവിടെ പിന്നെ റിക്ഷാവാല ഓട്ടോറിക്ഷയിൽ മാത്രമാണ് ആർട്ടിസ്റ്റുകൾക്ക് ഉൾപ്പെടെ നമുക്ക് എല്ലാവർക്കും പോകാൻ പറ്റുക, അല്ലാതെ അവിടെ നമുക്ക് ഇന്നോവയോ അല്ലെങ്കിൽ വണ്ടി എടുത്തൊന്നും പോകാൻ പറ്റത്തില്ല. അതുപോലെ ഈ ഗല്ലി പെട്ടെന്ന് ബിസിയാവും. അപ്പം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരുന്ന എല്ലാം ഏകദേശം ഈ സ്വഭാവങ്ങളൊക്കെ ഒന്നാണ്. അപ്പം നമുക്ക് തന്നെ കൺഫ്യൂഷനോ ഇതാണോ. അപ്പോൾ അവിടെ നിന്നിട്ട് നമ്മൾ ഈ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ അയച്ചിടും, ഇത് ഇന്ന സീനിന്. അവിടെ വരുമ്പോൾ പക്ഷെ അവിടെ നമ്മൾ രാവിലെ കണ്ട സ്ഥലയിൽ ചെറിയൊരു കട സെറ്റ് ചെയ്യും, കുറച്ച് ആൾക്കാർ അവിടെ കിടക്കുകയായിരിക്കും, അപ്പോൾ നമുക്കത് കിട്ടത്തില്ല. അപ്പോൾ ഒരു റൺ ആൻഡ് ഗൺ ഷൂട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അതായത് DOP ബബിലു ഞാനും കൂടെ. അപ്പോൾ അതായത് ഇവരെ അങ്ങ് പ്ലേസ് ചെയ്യുക, ഇവരുടെ ഒപ്പം ക്യാമറ പോവുക എന്നുള്ളതാണ്. മോണിറ്ററിൽ നമുക്ക് പ്ലേസ് ചെയ്ത് ഒരു പ്ലേ ബാക്ക് ഒന്നും കാണാനുള്ള യാതൊരു ഫെസിലിറ്റി, അത് നടക്കാത്ത കാര്യമാണ്. അത് ഫോക്കസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ മാറി നിന്ന് ഇവരുടെ പ്ലേ ഒന്ന് നോക്കുക എന്നുള്ളതാണ്. അപ്പം ഈ ഓരോ ലൊക്കേഷൻ ഫിക്സ് ചെയ്തിട്ട് അവിടെ ബിജു ബായ് എന്ന് പറഞ്ഞിട്ട് മലയാളിയാണ്, പുള്ളിയാണ് അവിടുത്തെ ഒരു ലൊക്കേഷൻ മാനേജർ. അപ്പോൾ പുള്ളി നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു, എവിടെയൊക്കെ വേണം എങ്ങനെയൊക്കെ വേണം എന്നുള്ള ഒരു കാര്യം പുള്ളി പറഞ്ഞ് നമുക്ക് പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്ത് തന്നു. പിന്നെ ഒരു മെയിൻ ലൊക്കേഷൻ ഉള്ളതാണ് നമ്മുടെ ഈ മുക്തി ഭവൻ, മോക്ഷ ഭവൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഈ വയസ്സായ ആളുകൾ താമസിക്കുന്ന. അപ്പോൾ അവരവരുടെ ജീവിതത്തിൻ്റെ ഒരു പോർഷൻസ് അവിടെ എഴുതി കൊടുത്തിട്ട് താമസിക്കുന്നവരുണ്ട്, അല്ലാതെ ചെറിയൊരു പൈസ കൊടുത്ത് താമസിക്കുന്ന ആൾക്കാർ. അപ്പോൾ നമ്മൾ അവിടെ പോയി വിസിറ്റ് ചെയ്യുക, അത് ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് പാടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ബിജുബായുടെ അത് എങ്ങനെയെങ്കിലും നമുക്ക് കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഈ മോക്ഷ ഭവൻ എന്ന് പറഞ്ഞ ലൊക്കേഷൻ നമുക്ക് ഓക്കെ ആയി കിട്ടി. അങ്ങനെ ഞാൻ അവിടെ പോയി അത് സ്ഥലം കണ്ടു. അപ്പോൾ അത് നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ടൊരു പെർമിഷൻ കിട്ടി. അവിടെയാണ് ഈ ഒരുപാട് പേർക്ക് ഫീൽ ചെയ്ത അപ്പൂപ്പൻ്റെ ക്യാരക്ടർ. അപ്പൂപ്പൻ സിനിമയിലേക്ക് വരുന്നതും ഭയങ്കര യാദൃച്ഛികമായിട്ട്, അതായത് നമ്മൾ ഈ അപ്പൂപ്പന്മാരെ തേടിയുള്ള ഒരു യാത്ര ഉണ്ടായിരുന്നു. നമ്മുടെ അസോസിയേറ്റ് അസിസ്റ്റൻസ് എല്ലാം നമ്മുടെ മെയിൻ അപ്പൂപ്പൻ, കാരണം 3 അപ്പൂപ്പന്മാരെ വേണം നമുക്ക്. കാശിയിലെ അപ്പൂപ്പനെ നമുക്ക് കിട്ടുന്ന എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അസോസിയേറ്റും കോറേറ്റർ സാൻജോ ഉണ്ട്. അപ്പോൾ അവർ കോഴിക്കോടേക്ക് കുറച്ച് അപ്പൂപ്പന്മാരെ ഓഡിഷൻ ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ബിവറേജിൻ്റെ സൈഡിൽ ഒരു ക്യൂ ഉണ്ട്. ആ ക്യൂവിൽ ഭയങ്കര താടിയൊക്കെ വളർത്തിയിട്ട് ഒരു ഡിഫറൻ്റ് ആയിട്ട് ഒരു അപ്പൂപ്പൻ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അപ്പൂപ്പനെ കണ്ട് സ്പോട്ട് ചെയ്തിട്ട് നമ്മുടെ അസോസിയേറ്റ് രഞ്ജിത്തും സഞ്ജയ് കൂടെ വണ്ടി നിർത്തിയിട്ട് പുള്ളിയെടുത്ത് പോയി. അപ്പോൾ പുള്ളി സിനിമയായിട്ടോ അല്ലെങ്കിൽ ഒരു ക്യാമറയുടെ ഫ്രണ്ടിലോ ഒന്നും വന്നിട്ടുള്ള ആളല്ല. പുള്ളി ഒരു ഏജൻസിയിൽ എന്തോ വർക്ക് ചെയ്യുന്നു, അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ പുള്ളിയെ കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ഫോട്ടോ എടുത്ത് ഒരു വീഡിയോ എനിക്ക് വാട്സാപ്പിൽ അയച്ചു തന്നു. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ട് ഞാൻ പിന്നെ കോഴിക്കോടേക്ക് പോയി ഈ അപ്പൂപ്പനെ കാണാനായിട്ട്. അപ്പോൾ പുള്ളിക്ക് ബിലീവ് ചെയ്യാൻ പറ്റുന്നില്ല, സിനിമക്കാർ എന്നെ റോഡിൽ നിന്ന് കണ്ടിട്ട് സിനിമയിൽ അഭിനയം. പുള്ളിക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്. ഇതെന്താ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ പുള്ളിയുടെ ലൈഫ് ഒരു വലിയ ഹിസ്റ്ററിയാണ്. അപ്പോൾ പുള്ളി അതിലൊക്കെ ഇമോഷണലി ജീവിക്കുന്ന ഒരാളായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് പുള്ളി വരുന്നത്. പുള്ളി ആ ഒരു ഒറ്റ സീനിൽ പെർഫോം ചെയ്യാനായിട്ടായിരുന്നു, പക്ഷേ പുള്ളിക്ക് ആ ഇമോഷണൽ സീന് ഭയങ്കര രസമായിട്ട് വർക്കായി, അതെല്ലാവർക്കും അത് ഫീൽ ചെയ്തു. പിന്നെ കാശിയിൽ മെയിനായിട്ട് നമുക്ക് റൺ ആൻഡ് ഗൺ ഷൂട്ടാണ്. അതായത് ഇവരുടെ ഈ സെർച്ചിങ് സീക്വൻസ്, അതുപോലെ അപ്പൂപ്പനെ അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന ആ ഏരിയകളിലുള്ള വാക്കിങ്, അപ്പോൾ അതുപോലെ തന്നെ ആ സോങ്ങിൻ്റെ തുടക്കത്തിലുള്ള ഇവരുടെ ആ സെപ്പറേഷൻ, അതെല്ലാം ഒരു റൺ ആൻഡ് ഗൺ ഷൂട്ടാണ്. അപ്പോൾ നമ്മൾ ക്യാമറ വയ്ക്കുന്നു, അവരെ ഒരു ഗല്ലിലേക്ക് വിടുന്നു, അത് ഒരു ഷോട്ട് എടുക്കുന്നു, അപ്പുറത്തേക്ക് വരുന്നു, ഇപ്പുറത്തു നിന്ന് ഒരു ഷോട്ട് എടുക്കുന്നു, ലൈക്ക് അങ്ങനത്തെ ഒരു ഫോർമാറ്റായിരുന്നു. എന്നിട്ട് നൈറ്റ് വന്നിട്ടായിരിക്കും ഞാൻ സ്പോട്ട് ചെയ്തത് കാണാൻ എനിക്ക് പറ്റുക. അപ്പോൾ റൺ ആൻഡ് ഗൺ ഷൂട്ടിന് ഇവർ DOP ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു ഫോർമാറ്റിലേക്ക് പോയി. പിന്നെ അവിടെ മെയിനായിട്ട് പറയാന്ന് വെച്ചാൽ ഈ അഗോരീസിൻ്റെ ഒരു സീനുണ്ട്. ഈ അഗോരീസ് നമ്മൾ റെഡിയാക്കണം. അപ്പോൾ ഇതൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു അവരൊക്കെ. അപ്പോൾ അവർ വന്ന് നമ്മൾ അഗോരീസായിട്ട് നമ്മൾ അവരെ മേക്കപ്പ് ചെയ്ത് സെറ്റ് ചെയ്തു.
അങ്ങനെ അവർ ആക്ച്വലി നമ്മൾ അവിടുന്ന് സെറ്റ് ചെയ്തവരെ നമ്മൾ ഈ ജൂനിയേഴ്സായിട്ട് അഭിനയിച്ചിട്ട് പോയി. അതിനുശേഷം ഞാൻ നോക്കിയിട്ട് ഇവർ ആ കോസ്റ്റ്യൂംസ് ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. ഇവർ ആ കോസ്റ്റ്യൂംസ് ആയിട്ട് തന്നെ കാശിയിലൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട്. ആൾക്കാർ പോയി അവരുടെ അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, അവർക്ക് ഒരുപാട് പൈസ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരത് കളക്ട് ചെയ്തിട്ട് നമ്മുടെ മേക്കപ്പ് മാൻ ഒരു എമൗണ്ട് ഒക്കെ കൊടുത്തിട്ട് അത് ഒരു 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 പരിപാടി അങ്ങനെ ഒരു 2 days ആ സൈഡിൽ തന്നെ സംഭവിച്ചു. പിന്നെ ക്ലൈമാക്സിലേക്ക് വരുമ്പോഴാണ് ജഗദീഷ് ചേട്ടൻ്റെ മൊട്ടയടിക്കുന്ന സീക്വൻസ്. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ സിനിമയെ ക്ലൈമാക്സിലേക്ക് പിടിച്ചു നിർത്തുന്ന ഒരു സീക്വൻസ് ആണ്. അപ്പോൾ അത് ഫസ്റ്റ് ഓഫ് ഓൾ ജഗദീഷ് ചേട്ടൻ അത് ചെയ്യാൻ തയ്യാറായി. അത് പുള്ളിക്ക് മനസ്സിലായി അതിൻ്റെ ഇമ്പോർട്ടൻസ്, വർക്കാവുന്ന രീതി, അത് ചെയ്യാൻ ഡിസൈഡ് ചെയ്യുന്നു. അപ്പോഴൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കുമ്പോൾ ഇത് ആ സീക്വൻസുകൾ ഹാപ്പൻ ചെയ്യുന്നതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട് അപ്പൂപ്പൻ്റെ അടുത്തേക്ക്. അപ്പോൾ നമുക്കത് ഓർഡറിൽ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പുള്ളിയുടെ ലുക്ക് മാറും. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് റെയിൽവേ ഉള്ള ദിവസം ആ സമയത്തെ നമുക്ക് ആ മൊട്ടയടി സീക്വൻസ് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഒരിക്കലും കാശിയിൽ അത് ചെയ്യാൻ പറ്റത്തില്ല. കാശിയിൽ ചെയ്താൽ നമുക്ക് നാട്ടിലെ ഷെഡ്യൂൾ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ റെയിൽവേ കിട്ടിയിരിക്കുന്ന ചാമരാജ് നഗറിൻ്റെ അടുത്തൊരു ലൊക്കേഷൻ എവിടെയെങ്കിലും കാശിയായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലം കിട്ടണം. അതുപോലെ അവിടെ ഫ്രെയിം സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാശിയിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ആർട്ട് ഡയറക്ടർ ഒരുവിധം സെറ്റ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളൊരു ഹ്യൂജ് ടാസ്ക് ആയിരുന്നു അത്. പക്ഷെ അവിടെ ത്രിവേണി സംഗമം എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു. അത് പോയി കണ്ടു. അത് കണ്ടപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് അതിൽ ഫ്രെയിമുകൾ ഓക്കെ കാശിയായിട്ട് തന്നെ ഫീൽ ചെയ്തു. പിന്നെ ആർട്ട് ഡയറക്ടറും നമ്മുടെ DOPയും ഫ്രെയിം കറക്റ്റായിട്ട് അത് പ്രോപ്പറായിട്ട് ആ ഫ്രെയിം മാനേജ് ചെയ്തു. അപ്പോൾ അത് നമുക്ക് പ്രോപ്പർ കാശിയായിട്ട് തന്നെ ഫീൽ ചെയ്തു. അങ്ങനെ അവിടെ ആ മൊട്ടയടിച്ചിരിക്കുന്നത് കാശിയിലല്ല, അത് ചെയ്തിരിക്കുന്നത് കർണാടകയിൽ ത്രിവേണി സംഗമം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് മൊട്ടയടിക്കാൻ. തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് മൊട്ടയടിക്കുന്നത് ജീവിതത്തിൽ. പല നടന്മാരും ചെയ്തിട്ടുണ്ട്. ആ ഭാഗ്യം എനിക്ക് തന്നിരിക്കുകയാണ് സംവിധായകൻ നിതീഷ്. ഒരുപാട് സന്തോഷം ഈ പ്രോഗ്രാമിന് വരാനും ഈ കാര്യങ്ങൾ പറയാനൊക്കെ പറ്റിയതിന്. അപ്പോൾ ആദ്യം ഒരു സ്റ്റാർട്ടിങ് നമ്മളിങ്ങനെ ഇൻട്രാക്ട് ചെയ്ത് തുടങ്ങിയായിരുന്നു. പക്ഷെ ഭയങ്കര രസമുണ്ട്, നമുക്കത് ഓർമ്മകളും വന്നു പരിപാടികളും സംഭവങ്ങളും. അപ്പോൾ സോ ഹാപ്പി. അപ്പോൾ ഇനി അടുത്തൊരു സിനിമ ചെയ്തതിന് ശേഷം വരാൻ പറ്റട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്.